നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഭീതിയുടെ 21 മണിക്കൂറുകളാണ് കടന്നുപോയത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ പരാജയപ്പെട്ടുവെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് തുറന്നടിച്ചപ്പോൾ ചങ്കിൽ തീയാളി ഇറാൻ സംഘത്തിന്. ഞങ്ങൾ മടങ്ങുന്നുവെന്ന് പറഞ്ഞ് അമേരിക്കൻ സംഘം വിമാനം കയറിയപ്പോഴും ഇറാൻ സംഘം അവിടെ തന്നെ നിലയുറപ്പിച്ചു. ഉടൻ യാത്ര തുടരണോ അതോ കുറച്ചൊന്ന് കാത്തിരിക്കണോ? എന്താണ് അമേരിക്കൻ നീക്കമെന്നറിയാനുള്ള ശ്രമമായിരുന്നു. ഇസ്രയേൽ ഭയമാണ് ഇറാൻ പ്രതിനിധി സംഘത്തെ വേട്ടയാടിയത്. ചർച്ച പാളിയാൽ യുദ്ധമെന്ന് പ്രഖ്യാപിച്ചാണ് ഇസ്രയേൽ നിൽക്കുന്നത്. മാത്രമല്ല, ഇസ്രയേൽ രാഷ്ട്രം കത്തിക്കുമെന്ന് നിരന്തരം വെല്ലുവിളി നടത്തുന്ന രണ്ട് കൂട്ടരാണ് ചർച്ചയ്ക്കെത്തിയ ഇറാൻ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇറാൻ പ്രതിരോധ മന്ത്രി അബ്ബാസ് അരാഗ്ചിയും ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫും. ഇരുവരും ജൂതപ്പടയുടെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരാണ്. മൊസാദ് സംഘം തീർക്കുമെന്ന വിറയലാണ് ഇപ്പോൾ ഇവരെ വേട്ടയാടുന്നത്. ഇറാൻ അകത്ത് തന്നെ സുരക്ഷയില്ല, അപ്പോൾ പുറത്തു നിൽക്കുമ്പോഴുള്ള അവസ്ഥ പറയണോ? എന്നാൽ ഇതിനിടെ മറ്റൊരു സംഭവം അരങ്ങേറി. ചർച്ച പരാജയപ്പെട്ടുവെന്ന് പാകിസ്ഥാനിലെ വേദിയിൽ JD വാൻസ് അറിയിക്കുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിയാമിയിൽ കായിക മത്സര വേദിയിലായിരുന്നു. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, മത്സരത്തിന്റെ ഭാരവാഹികൾ, കുടുംബം, ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോർ, FBI മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡാൻ ബോങ്കിനോ, ജോ റോഗൻ എന്നിവർക്കൊപ്പം മണിക്കൂറുകളോളം ട്രംപ് അവിടെ ചെലവഴിച്ചു. ഈ സമയം അത്രയും IRGC ട്രംപിന്റെ നീക്കം വീക്ഷിക്കുകയായിരുന്നു. ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് എത്തുമോ? ആക്രമണത്തിന് ഉത്തരവിടുമോ? എന്തിനും തയ്യാറായി നിൽക്കാൻ സൈന്യത്തിന് IRGC ഉന്നതർ മുന്നറിയിപ്പും കൊടുത്തു. ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യമാണ് പാകിസ്ഥാൻ. മൊസാദ് കണക്ക് കൂട്ടി ഇറങ്ങിയാൽ പാകിസ്ഥാനിലിട്ട് ഇറാൻ സംഘത്തെ തീർക്കാം. വൻ സുരക്ഷാ വലയത്തിലാണ് ഇറാൻ പ്രതിനിധി സംഘം ഇപ്പോൾ അവിടെ ഉള്ളത്. ഇറാൻ പ്രതിനിധി സംഘത്തെ പാകിസ്ഥാനിലേക്ക് എത്തിക്കുന്നത് തന്നെ വലിയ ഒരു സുരക്ഷാ കവചമൊക്കെ ഒരുക്കിക്കൊണ്ടായിരുന്നു. പാകിസ്ഥാന്റെ പോർ വിമാനങ്ങളൊക്കെ അകമ്പടി സേവിച്ചിരുന്നു. അതായത് ഒരു ഭയമാണ് ഇറാൻ സംഘത്തെ വേട്ടയാടിയത്, തങ്ങൾ ആക്രമിക്കപ്പെടുമോ എന്നുള്ള ഭയം. എന്നാൽ ഇപ്പോൾ ആ ഭയം കൂടിയിരിക്കുകയാണ്. കാരണം ചർച്ച പാളിയ സ്ഥിതിക്ക് എന്തും സംഭവിക്കാം എന്നുള്ളതാണ് ഇറാൻ സംഘത്തെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. എങ്ങനെ തിരികെ ഇറാനിലേക്ക് എത്തും എന്ന് ഭയക്കുകയാണ് അബ്ബാസ് അരാഗ്ചിയും ഖാലിബാഫും. എന്നാൽ ഇരുവരെയും ഒന്നും ചെയ്യരുതെന്നാണ് അമേരിക്കയുടെ നിർദ്ദേശം. ഇറാൻ ഭരണകൂടവുമായി സംവദിക്കണമെങ്കിൽ അവശേഷിക്കുന്ന ശക്തരായ രണ്ടുപേർ അരാഗ്ചിയും ഖാലിബാഫുമാണ്. പിന്നെയുള്ളത് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനാണ്. ഇവരെ 3 പേരെയും ലക്ഷ്യം വെക്കരുതെന്ന് ഇസ്രയേലിന് അമേരിക്ക മുൻപ് തന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. തങ്ങൾ കൊല്ലപ്പെടുമോ എന്ന് ഭയക്കുകയാണ് അബ്ബാസ് അരാഗ്ചിയും ഖാലിബാഫും. IRGCക്കും ചങ്കിടിപ്പ്, നേതാക്കൾ കൊല്ലപ്പെടുമോ എന്നോർത്താണ്. എത്രയും പെട്ടെന്ന് ഇവരെ തിരികെ എത്തിക്കാനുള്ള നീക്കത്തിലാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ചർച്ച പരാജയപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ച ഇറാൻ യുദ്ധത്തിലൂടെ നേടാൻ കഴിയാതിരുന്ന ലക്ഷ്യങ്ങൾ US ചർച്ചയിലൂടെ നേടാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചു. USന്റെ അമിതമായ ആവശ്യങ്ങളാണ് ചർച്ച പരാജയപ്പെടാൻ കാരണമെന്നും ഇറാൻ കുറ്റപ്പെടുത്തി. ചർച്ചാ മുറിയിൽ ഇറാനെതിരായ യുദ്ധത്തിലൂടെ നേടാൻ കഴിയാതിരുന്ന ലക്ഷ്യങ്ങളായ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയം, രാജ്യത്ത് നിന്ന് ആണവ വസ്തുക്കൾ നീക്കം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ അമേരിക്ക നേടാൻ ശ്രമിച്ചു. എന്നാൽ ഇറാനിയൻ പ്രതിനിധി സംഘം ആ ശ്രമം പരാജയപ്പെടുത്തി. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. അമിതമായ ആവശ്യങ്ങളും അമേരിക്കയുടെ അത്യാഗ്രഹവും അവരെ യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നും വളരെ ദൂരെയാക്കി, ഇറാനിയൻ മാധ്യമം ചൂണ്ടിക്കാട്ടി. അതേസമയം ഇറാനും അമേരിക്കയും നിരവധി വിഷയങ്ങളിൽ ധാരണയിലെത്തിയിട്ടുണ്ടെന്നും 2-3 പ്രധാന കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബാഘേയി പറഞ്ഞു. 40 ദിവസത്തെ അടിച്ചേൽപ്പിക്കപ്പെട്ട യുദ്ധത്തിന് ശേഷമാണ് ഈ ചർച്ചകൾ നടന്നത്. അവ സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും അന്തരീക്ഷത്തിലാണ് നടന്നത്. ആദ്യമേ ഒരു കൂടിക്കാഴ്ചയിൽ ഒരു കരാറിലെത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. അതാരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. ആണവ സമ്പുഷ്ടീകരണം സംബന്ധിച്ചാണ് വർഷങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ തർക്കം നടക്കുന്നത്. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്നും ആണവോർജ പരിപാടി മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്ന് ഇറാൻ അവകാശപ്പെടുന്നു. എന്നാൽ സമീപ വർഷങ്ങളിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചതാണ് USന്റെയും സഖ്യകക്ഷികളുടെയും ആശങ്ക വർദ്ധിപ്പിച്ചത്. ഇതേ തുടർന്ന് 2 തവണ USഉം ഇറാനും യുദ്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞു. ഇറാൻ ഇപ്പോഴും സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്നാണ് വ്യക്തമാക്കുന്നത്. ഇതിനിടെ പാകിസ്ഥാൻ 2 ദിവസമായി കീലേരി അച്ചുകളിയായിരുന്നു. ചർച്ച ഞങ്ങളുടെ രാജ്യത്ത്, യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ എന്നീ വീമ്പിളക്കലായിരുന്നു. പ്രധാനമായും ഇന്ത്യക്ക് മുന്നിൽ ഞെളിയാനുള്ള ശ്രമം. പാകിസ്ഥാനിൽ ചർച്ചയ്ക്ക് ഒട്ടും താല്പര്യമില്ലെന്ന് ഇസ്രയേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു.
ഭീകര രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് ഇസ്രയേൽ പച്ചയ്ക്ക് പറയുകയും ചെയ്തു. അമേരിക്ക നിർദ്ദേശിച്ചതുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാനിലെ ചർച്ചയ്ക്ക് സമ്മതം മൂളിയതെന്നും ബെഞ്ചമിൻ നെതന്യാഹു തുറന്നടിച്ചിരുന്നു. ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തെരഞ്ഞെടുക്കാൻ ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒരേ സമയം അമേരിക്കയുമായും ഇറാനുമായും സൗഹൃദം പുലർത്തുന്ന മേഖലയിലെ ഏക രാജ്യം എന്ന നിലയിലാണ് മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാന് സാധിച്ചത് എന്നാണ് ടെഹ്റാനിലെ മുൻ പാക് അംബാസിഡർ ആസിഫ് ദുറാനി പറഞ്ഞത്. തെക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഇറാനുമായി 900 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാന് മതപരമായും ചരിത്രപരമായും ദൃഢബന്ധമാണ് ടെഹ്റാനുമായുള്ളത്. ഇറാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഷിയ മുസ്ലിം ജനസംഖ്യയുള്ള രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ. ഇന്ത്യ വിഭജനത്തിന് ശേഷം രൂപം കൊണ്ട പാകിസ്ഥാനെ ആദ്യമായി അംഗീകരിച്ചതും ഇറാനായിരുന്നു. 1979 വിപ്ലവശേഷം രൂപം കൊണ്ട ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് തിരിച്ച് പാകിസ്ഥാനും പിന്തുണ നൽകിയിരുന്നു. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിന് ശേഷം തീവ്രവാദികളെ സംരക്ഷിക്കുന്ന രാജ്യമെന്ന് പാകിസ്ഥാനെതിരെ അമേരിക്ക വിമർശനം ഉന്നയിച്ചിരുന്നുവെങ്കിലും നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമാണുള്ളത്. പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വ്യക്തിബന്ധം കൂടുതലാണ്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി കശ്മീരിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ സൈനിക വേഷത്തിലല്ലാത്ത അസിം മുനീർ വാഷിംഗ്ടൺ സന്ദർശിച്ചത് ചർച്ചയായിരുന്നു. അന്ന് ഇന്ത്യയുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചതിന് ട്രംപ് നൊബേൽ സമ്മാനം അർഹിക്കുന്നതാണ് എന്ന് മുനീർ പറയുകയും ചെയ്തിരുന്നു. മുൻകാലങ്ങളിൽ പാകിസ്ഥാനെതിരായി നിലപാടെടുത്തിരുന്ന അമേരിക്ക പിന്നീട് ഉഭയകക്ഷി ബന്ധങ്ങളിൽ മാറ്റം വരുത്തിയതിന് ട്രംപും മുനീറും തമ്മിലുള്ള ബന്ധം കാരണമായിട്ടുണ്ട്. 2025 സൗദി അറേബ്യയുമായി പാകിസ്ഥാൻ പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഇത് സൗദിയുമായുള്ള ദീർഘകാല ബന്ധത്തെ ഊട്ടിയുറപ്പിച്ചുവെങ്കിലും ഇറാനെ പിന്തുണയ്ക്കുന്നതിൽ പാകിസ്ഥാനെ പരിമിതപ്പെടുത്തി. സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ വേണ്ട നടപടികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസം പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി ഇഷാഖ് ദാർ സൗദി അറേബ്യ, തുർക്കി, ഈജിപ്ത് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ച നടത്തിയിരുന്നു. ശേഷം കൂടുതൽ ചർച്ചകൾക്കായി ചൈനയെയും സമീപിച്ചിരുന്നു. തങ്ങളുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളി കൂടിയായ ഇറാൻ ഭാഗമായ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് പാകിസ്ഥാൻ കൈക്കൊള്ളുന്ന നടപടികൾക്കൊപ്പം നിൽക്കുമെന്ന് ചൈനയും ഉറപ്പു നൽകിയിരുന്നു. ഇറാനുമായി ചർച്ചയാകാം എന്ന തീരുമാനത്തിലേക്ക് അമേരിക്ക എത്തിച്ചത് ചൈനയുമായി ഉണ്ടായ സംഭാഷണങ്ങളാണ് എന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളുമായി മൃദു സമീപനം സ്വീകരിക്കേണ്ടത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമായിരുന്നു. സംഘർഷത്തിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്ക് അടച്ചത് ഇതുവഴിയുള്ള എണ്ണ, വാതക ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യത്ത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഇന്ധനക്ഷാമം വിതരണം വഷളാക്കുകയും അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും ചെയ്തതോടെ പ്രതിരോധത്തിലാണ് പാകിസ്ഥാനും. ഇന്ത്യയുമായുള്ള ആക്രമണ പരമ്പരകൾ അവസാനിപ്പിച്ച് 1 വർഷം തികയും മുൻപ് തന്നെ അഫ്ഗാനിസ്ഥാനുമായും സായുധ സംഘട്ടനത്തിൽ ഏർപ്പെട്ട പാകിസ്ഥാനെ നിലവിലെ സാഹചര്യം ഗുരുതരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരം കണ്ടെത്താനാകും, ഞങ്ങൾക്ക് സമാധാനത്തിലേക്ക് ഈ രാജ്യങ്ങളെ കൊണ്ടെത്തിക്കാൻ കഴിയും എന്നൊക്കെ വലിയ ഗീർവാണമടിയായിരുന്നു പാകിസ്ഥാൻ. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ചർച്ച തല്ലിപ്പിരിഞ്ഞിരിക്കുകയാണ്. ചർച്ചയ്ക്ക് പാകിസ്ഥാൻ വേദിയായപ്പോൾ മുതൽ വലിയ ചർച്ചകളായിരുന്നു ഉയർന്നുകൊണ്ടിരുന്നത്. പാകിസ്ഥാന്റെ മറ്റു ചില ഇടപെടലുകൾ കൂടി പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറയുകയും ചെയ്തിരുന്നു. അതായത് ചർച്ചയ്ക്കെത്തിയ അമേരിക്കൻ സംഘത്തോടും ഇറാൻ സംഘത്തോടും പാകിസ്ഥാൻ സ്വീകരിച്ചത് 2 തട്ടിലെ നടപടികളായിരുന്നു. അതും പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു. പാകിസ്ഥാൻ സൈന്യാധിപൻ ജനറൽ അസിം മുനീർ നൂർഖാൻ എയർബേസിൽ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ സ്വീകരിക്കാനെത്തിയപ്പോൾ പതിവ് സൈനിക യൂണിഫോമിന് പകരം കറുത്ത സ്യൂട്ട് ധരിച്ചായിരുന്നു എത്തിയത്. സാധാരണയായി ഒരു സൈനിക മേധാവിയുടെ ഔദ്യോഗിക സാന്നിധ്യം യൂണിഫോമിലൂടെയാണ് അടയാളപ്പെടുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ രാഷ്ട്രീയ ഘടനയിൽ സൈന്യത്തിന്റെ സ്വാധീനം വലുതായതിനാൽ ആ യൂണിഫോം അധികാരത്തിന്റെ പ്രതീകമായും കാണപ്പെടുന്നു. എന്നാൽ അതേ നേതാവ് അമേരിക്കൻ പ്രതിനിധി സംഘത്തെ സ്വീകരിക്കാൻ എത്തിയപ്പോൾ സിവിലിയൻ വേഷം സ്വീകരിച്ചത് വെറും വസ്ത്രപരമായ മാറ്റമല്ല എന്ന് വിദഗ്ധർ വിലയിരുത്തി. നയതന്ത്ര ലോകത്ത് വസ്ത്രധാരണം പോലും സന്ദേശങ്ങളായി വായിക്കപ്പെടുന്നു. സ്യൂട്ട് ധരിച്ചെത്തിയ മുനീർ താൻ വെറും സൈനിക നായകൻ മാത്രമല്ല, അന്തർദേശീയ രാഷ്ട്രീയ വേദികളിൽ സംസാരിക്കാൻ കഴിയുന്ന രാഷ്ട്രതന്ത്ര നേതാവാണ് എന്ന സൂചന നൽകാൻ വേണ്ടിയായിരുന്നു, ആ ഒരു വ്യാഖ്യാനം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു. ഇതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇറാനിയൻ പ്രതിനിധി സംഘത്തെ സ്വീകരിക്കാൻ എത്തിയപ്പോൾ മുനീർ പതിവ് സൈനിക യൂണിഫോമിലായിരുന്നു. ആ പ്രതിനിധി സംഘത്തിൽ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫ്, വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി എന്നിവർ ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. 2 വ്യത്യസ്ത പ്രതിനിധി സംഘങ്ങൾക്കും 2 വ്യത്യസ്ത അവതാരങ്ങൾ തെരഞ്ഞെടുത്തത് യാദൃശ്ചികമല്ല എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ഒരു വശത്ത് സൈനിക ശക്തിയുടെ പ്രതീകവും മറുവശത്ത് രാഷ്ട്രീയ മധ്യസ്ഥതയുടെ പ്രതീകവും എന്ന രീതിയിൽ പാകിസ്ഥാനെ സ്വയം അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണ് മുനീർ എന്ന ചർച്ചകളും വന്നിരുന്നു.
മാത്രമല്ല അമേരിക്കയുമായി തങ്ങൾ എന്തോ വലിയ അടുത്ത ബന്ധമാണ് എന്ന് ലോകത്തെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടി കൂടിയുള്ള നീക്കമായിരുന്നു. അമേരിക്കൻ സംഘത്തിന്റെ സന്ദർശനവും സാധാരണ പ്രോട്ടോകോൾ യാത്രയായിരുന്നില്ല. വൈസ് പ്രസിഡന്റ് JD വാൻസിനൊപ്പം ജെറാഡ് കുഷ്ണർ, പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരും ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇത് ഈ ചർച്ചയ്ക്ക് അമേരിക്ക എത്ര വലിയ പ്രാധാന്യം നൽകുന്നു എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. മധ്യപൂർവേഷ്യയിൽ സംഘർഷം വ്യാപിക്കാതിരിക്കാൻ അമേരിക്കയ്ക്ക് അടിയന്തര നയതന്ത്ര വിജയം ആവശ്യമുള്ള ഘട്ടമായിരുന്നു ഇത്. അതേസമയം സാമ്പത്തിക സമ്മർദ്ദങ്ങളും പ്രാദേശിക സുരക്ഷാ വെല്ലുവിളികളും നേരിടുന്ന ഇറാനും ഒരു നിയന്ത്രിത സമാധാന പാത വേണം എന്നുള്ളത് വ്യക്തമായിരുന്നു. മാത്രമല്ല നൂർഖാൻ എയർബേസ് ഈ ചർച്ചകൾക്കായി തിരഞ്ഞെടുക്കപ്പെട്ടതും ശ്രദ്ധേയമായി. സുരക്ഷാ കാരണങ്ങൾക്കപ്പുറം അതിന് ഒരു പ്രതീകാത്മക വശവുമുണ്ട്. ഇത് സാധാരണ നയതന്ത്ര സമ്മേളന ഹാളല്ല, സൈനിക നിയന്ത്രണവും കർശന സുരക്ഷയുമുള്ള ഒരു തന്ത്രപ്രധാന കേന്ദ്രമാണ്. അതായത് ചർച്ചകൾ സമാധാനത്തെക്കുറിച്ചാണെങ്കിലും പശ്ചാത്തലത്തിൽ സുരക്ഷയും ശക്തി സന്തുലനവും തന്നെയാണ് നിർണായക ഘടകങ്ങൾ എന്ന് ഈ വേദി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഘടകങ്ങൾക്കൊന്നും തന്നെ ഈ ചർച്ച ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. തല്ലിപ്പിരിയുകയാണ് ചെയ്തിരിക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറാകാതെ മാറിയതാണ് പ്രതിസന്ധികൾ വീണ്ടും രൂക്ഷമാക്കിയിരിക്കുന്നത്. ഇനി വരും മണിക്കൂറുകളിൽ എന്തൊക്കെ സംഭവിക്കും അത് ലോകത്തെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഇസ്രയേൽ ഇറാനെ അടിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരു പഴുത് തേടുകയാണ് ഇസ്രയേൽ. വീണ് കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് ചർച്ചകളിൽ നിന്ന് ഇറാൻ പിൻവാങ്ങിയത്. അത് ഒരു അവസരമാക്കി ഇസ്രയേൽ എടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.